നമസ്തേ. ഈ കലിയുഗത്തിലെ സ്വന്തം ബന്ധം ഒന്നും ശാശ്വതമല്ല അല്ലേ? സ്വന്തവും ബന്ധവും ഇവിടെ വരെ. ഒരിക്കലും അത് എത്ര കാലമെന്ന് ആർക്കും പറയാനാവില്ല. നീർക്കുമിള പോലെയാണ് ബന്ധങ്ങൾ. അത് ഏത് സമയവും പൊട്ടിത്തകരാം. നമുക്ക് സത്യത്തെ കണ്ടെത്താൻ പ്രയാസം തന്നെ. എന്തിലും ഏതിലും വിശ്വസിക്കും. പിന്നെയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ എല്ലാം മിഥ്യയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. പല ബന്ധങ്ങളും നിലനിൽക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ള നേട്ടങ്ങളെ ഓർത്തു തന്നെയാണ്. തേനുള്ളതായ പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ വട്ടമിട്ട് പറക്കും. അതേപോലെ നമ്മിൽ സമ്പത്തും പ്രശസ്തിയും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കാണും. ഒന്നുമില്ലായ്മ വന്നു ചേരുമ്പോൾ ഇന്നലെ കണ്ടതെല്ലാം മിഥ്യയായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ഈ ജന്മത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നാം അമിതമായ വിശ്വാസവും സ്നേഹവും മറ്റൊരാളിൽ ചൊരിയുന്നതാണ് പ്രശ്നം. എല്ലാവരെയും സ്നേഹിക്കണം, വിശ്വസിക്കേണ്ട. നിലവാരത്തിൽ മാത്രം വിശ്വസിക്കണം. തിരിച്ചു നേട്ടങ്ങൾ അവരാൽ ഉണ്ടാകും എന്ന് ഒരിക്കലും മനസ്സിൽ ഉറപ്പിക്കരുത്. നമുക്ക് സ്വന്തം ഈശ്വരൻ എന്നത് എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കുക. സ്വന്തം മക്കൾ തന്നെയായാലും നാളെ അവർ സംരക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നാം അവരെ സ്നേഹിക്കരുത്. മറിച്ച് നമ്മുടെ മക്കളെ നാം സ്നേഹിക്കണം. സ്വയം പര്യാപ്തതയിൽ എത്തിക്കണം. അത് നമ്മുടെ കടമ. അവരുടെ കടമ അവർ നിർവഹിക്കട്ടെ. എന്തിലും ഏതിലും അമിതമായ വിശ്വാസമോ ആശ്രയത്വമോ കാണരുത്. നാം ആശ്രയിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് ഈശ്വരനെ മാത്രമാണ്. ഈശ്വരൻ തീരുമാനിക്കും എങ്ങനെ, ഏത് വിധത്തിൽ, ഏത് രൂപത്തിൽ, ആരാലെ നമ്മെ സംരക്ഷിക്കുകയും സ്നേഹിക്കപ്പെടുകയും എന്നത്. എല്ലാം അറിയുന്ന ഭഗവാന് അഭയം തേടി ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് മനോവ്യതയില്ലാതെ ജീവിതം നയിക്കാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.